ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1-ലെ ടൈപ്സ് ഓഫ് റീസേർച്ച് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഡെമോ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഡെമോ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റീസേർച്ച്, അതേപോലെ റീസേർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നോക്കിയായിരുന്നു. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് റീസേർച്ചിൻ്റെ ടൈപ്സ് ആണ്. സോ പൊതുവേ എല്ലാപ്പോഴും ഉള്ള പോലെയല്ല ഇവിടെ നമുക്ക് ടൈപ്സ് പഠിക്കാനുള്ളത്. പൊതുവേ നമുക്ക് ടൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 1, 2, 3 സംഭവങ്ങൾ തരികയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ടൈപ്സ് പഠിക്കാനുള്ളത്. റീസേർച്ചിൻ്റെ ടൈപ്സ് കമ്പയർ ചെയ്തിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് റീസേർച്ചിൽ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനാലിറ്റിക്കൽ ഉണ്ട്, അപ്ലൈഡ് വേഴ്സസ് ഫണ്ടമെൻ്റൽ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ് ഉണ്ട്, കൺസെപ്ച്വൽ വേഴ്സസ് എംപിറിക്കൽ ഉണ്ട്. പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഓഫ് റീസേർച്ചിൻ്റെ ടൈപ്സും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും എന്താ നോക്കാം. ഡിസ്ക്രിപ്റ്റീവിൻ്റെ മറ്റൊരു പേരാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റീസേർച്ച് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും സർവേകൾ, അതേപോലെ ഫാക്ട് ഫൈൻഡിങ്, എന്തെങ്കിലും ഒരു ഫാക്റ്റ് കണ്ടുപിടിക്കാനുള്ള എൻക്വയറീസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എൻക്വയറീസ് ഒക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരാറ്. സോ ഇവിടെ റീസേർച്ച് ചെയ്യുന്ന ആൾ, അതായത് റീസേർച്ചറിന് യാതൊരു കൺട്രോളും, ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരിക്കും, അതായത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും റീസേർച്ചിൽ നോക്കാൻ. അപ്പോൾ അതിലൊന്നും വലിയ കൺട്രോളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കൺട്രോൾ വെക്കേണ്ടതായിട്ടുമില്ല. സോ എന്താണോ അയാൾ കാണുന്നത്, എന്താണോ അവിടെ നടക്കുന്നത്, അത് മാത്രം റീസേർച്ചറിന് റിപ്പോർട്ട് ചെയ്താൽ മതി. അതാണ് ഡിസ്ക്രിപ്റ്റീവ് റീസേർച്ച് എന്ന് പറയുന്നത്. എന്നാൽ അനലിറ്റിക്കൽ റീസേർച്ച് എന്ന് പറയുന്നത് റീസേർച്ചറിന് അവിടെ ഫാക്ട്സ്, അതേപോലെ തന്നെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സും ഇൻഫോർമേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ അവരത് അനലൈസ് ചെയ്യണം, എന്നിട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തണം. അതാണ് അനലിറ്റിക്കൽ റീസേർച്ച്. അപ്പോൾ ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചു, ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും. അതൊരു വേഴ്സസ് എന്ന ലെവലിലാണ് നമ്മൾ പറയുക, ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനലിറ്റിക്കൽ. അടുത്തതാണ് അപ്ലൈഡ് റീസേർച്ച്. അപ്ലൈഡ് റീസേർച്ചും അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ റീസേർച്ചും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്ലൈഡ് ആദ്യം എന്താണെന്ന് നോക്കാം. സോ ഇവിടെ മെയിനായിട്ട് എന്താ വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് എന്താണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ പെട്ടെന്നുണ്ടായൊരു പ്രശ്നം, അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള റീസേർച്ചുകൾ നടത്തുക. അപ്പോൾ ഒരു സെർട്ടൈൻ ആയിട്ടുള്ള സോഷ്യൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള റീസേർച്ചിനെയാണ് അപ്ലൈഡ് റീസേർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, എക്സാമ്പിൾ പറയുന്നുണ്ട്, റീസേർച്ച് ടു ഐഡൻറ്റിഫൈ സോഷ്യൽ, എക്കോണമിക്, അതേപോലെ പൊളിറ്റിക്കൽ ട്രെൻഡ്സ്. അതൊക്കെ എങ്ങനെയാണ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റ് റീസേർച്ച്, അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ പുതിയ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊക്കെയാണ് അവിടെ എക്സാമ്പിളിൽ പറയുന്നത്. അടുത്തതാണ് ഫണ്ടമെൻ്റൽ റീസേർച്ച്. ഫണ്ടമെൻ്റൽ റീസേർച്ച് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഇത് കൺസേൺ ചെയ്യുന്നത് ജനറലൈസേഷൻ ആൻഡ് ഫോമുലേഷൻ ഓഫ് എ തിയറി. ഒരു തിയറിനെ ജനറലൈസ് ചെയ്യുക, ഫോമുലേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റീസേർച്ചിൽ വരുന്നത്. ഡയറക്റ്റഡ് ടുവേർഡ്സ് ഫൈൻഡിങ് ഇൻഫോർമേഷൻ ദാറ്റ് ഹാസ് എ ബ്രോഡ് ബേസ് ഓഫ് അപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനൊരു ബ്രോഡ് ബേസ് ഓഫ് അപ്ലിക്കേഷനുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന കേസാണ് ഈ ഫണ്ടമെൻ്റൽ റീസേർച്ചിൻ്റെ കേസിൽ വരുന്നത്. ഒരു വലിയൊരു ബേസ് ഓഫ് അപ്ലിക്കേഷൻ തന്നെ ഇതിനുണ്ടാവും, അതായത് ചെറിയൊരു കാര്യമല്ല, ബ്രോഡായിട്ടുള്ളൊരു കാര്യമായിരിക്കും കണ്ടുപിടിക്കേണ്ടാവുക. ഇത് അത് നോ ഇമ്മീഡിയറ്റ് ഓർ പ്ലാൻഡ് അപ്ലിക്കേഷൻ. അപ്പോൾ ഇതൊരു പ്രോബ്ലം വരുമ്പോൾ ഉണ്ടാവുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കലോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് അല്ല, അതേപോലെ പ്ലാൻഡ് ആയിട്ടൊരു അപ്ലിക്കേഷനും അല്ല. ഫർദർ ആയിട്ട് നമുക്ക് ഇതിൽ റീസേർച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. മേ ലേറ്റർ റിസൾട്ട് ഇൻ ഫർദർ റീസേർച്ച്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ റീസേർച്ചിൻ്റെ ഒരു കൺക്ലൂഷൻ നിന്ന് പിന്നെ നമുക്ക് ഫർദർ റീസേർച്ചിലേക്കും കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. സയൻറ്റിഫിക് നോളേജ്, ഒരു റീസേർച്ച് ബേസിലുള്ള സയൻറ്റിഫിക് നോളജൊക്കെ അത് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും റീസേർച്ച് സ്റ്റഡീസ് കൺസേണിങ് ഹ്യൂമൻ ബിഹേവിയർ carried on with a view to make generalization. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ളത് അത് ജനറലൈസേഷൻ സ്റ്റഡി പോലെയൊക്കെയാണെന്നാണ് പറയുന്നത്. അതേപോലെ ചില നേച്ചുറൽ ഫിനോമിനെ പറ്റിയിട്ടുള്ളത്, പ്യുവർ ആയിട്ടുള്ള മാത്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ബേസ് ഒരു ബ്രോഡ് ബേസ് ഓഫ് അപ്ലിക്കേഷനാണ് ഉണ്ടാവുക. അതിന്ന് പിന്നെ ചിലർക്ക് ഇപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റീസേർച്ചിന് കിട്ടുന്ന കൺക്ലൂഷനിൽ നിന്ന് പലർക്കും റീസേർച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും ഫണ്ടമെൻ്റൽ റീസേർച്ച്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് കഴിഞ്ഞു. ഇനി അടുത്തൊരു ടൈപ്പ് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി ആണ് വരുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് അല്ലേ, മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി ആണ് അവിടെ വരുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും അവിടെ. എന്നാൽ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഫിനോമിനയാണ്. അതായത് വൈ പീപ്പിൾ തിങ്ക് ഓർ ഡൂ സോ, എന്തുകൊണ്ട് അങ്ങനെ മനുഷ്യർ ചെയ്യുന്നു, അങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാവുന്നതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്.
ഈസിയാണ് അല്ലേ, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. എന്നാൽ അടുത്തതാണ് കൺസെപ്ഷ്യൽ റിസർച്ചും അതുപോലെ എംപിറിക്കൽ റിസർച്ചും. കൺസെപ്ഷ്യൽ എന്ന് പറയുന്നത് മെയിനായിട്ടും റിലേറ്റ് ചെയ്യുന്നത് ഐഡിയാസ്, തിയറീസ് അങ്ങനെയൊക്കെയുള്ള റിലേറ്റ് ചെയ്തിട്ട്, അങ്ങനെയുള്ള സം അബ്സ്ട്രാക്റ്റ് ഓഫ് ഐഡിയാസും തിയറിയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. എന്നിട്ട് അതായത് used by philosophers and thinkers to develop new concept or to reinterpret existing ones. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കൺസെപ്റ്റ്സുകൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പുതിയ പുതിയ കൺസെപ്റ്റ് ഉണ്ടാക്കുക, ഒരു ഫിലോസഫേഴ്സ് തിങ്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ എംപിറിക്കൽ റീസെർച്ച് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ എംപിറിക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് മെയിൻലി ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒബ്സർവേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ആ എംപിറിക്കൽ റീസെർച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡാറ്റാ ബേസ്ഡ് റീസെർച്ച് ഉണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അത് എംപിറിക്കൽ എന്ന് പറയുന്നത് ടോട്ടലി ആ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ അടിസ്ഥാനമായിട്ട് ഉണ്ടാവും. ഇനി അതർ ടൈപ്പ് ഓഫ് റീസെർച്ച് ഉണ്ട്. അതർ ടൈപ്പ് ഓഫ് റീസെർച്ച് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ബേസ്ഡ് ഓൺ ദി പേർപ്പസ് ഓഫ് റീസെർച്ചിൻ്റെ പേർപ്പസിൻ്റെ ബേസിൽ ടൈം എത്ര എടുക്കും അതിനനുസരിച്ച് അതിൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ അങ്ങനെ പല അടിസ്ഥാനത്തിലാണ് അതർ ടൈപ്സ് വരുന്നത്. അതിലൊന്നാണ് വൺ ടൈം റീസെർച്ച്. വൺ ടൈം റീസെർച്ച് എന്ന് പറയുമ്പോൾ സിംഗിൾ ടൈം പീരീഡിലുള്ള റീസെർച്ചാണ്. പിന്നെ ഉള്ളതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീസെർച്ച്, സെവറൽ ടൈം പീരീഡ്സിൽ നടക്കുന്നതാണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ റീസെർച്ച് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്ന് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫീൽഡ് സെറ്റിംഗ് റീസെർച്ച് അല്ലെങ്കിൽ ലബോറട്ടറി റീസെർച്ച് അല്ലെങ്കിൽ സൈമുലേഷൻ റീസെർച്ച് എന്ന് പറയുന്നുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് എവിടെയാണ്, ആ ഒരു റീസെർച്ച് ക്യാരി ഔട്ട് ചെയ്യുന്ന എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ എൻവയോൺമെൻറ്റ്. പിന്നെ ക്ലിനിക്കൽ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് റീസെർച്ച് ഉണ്ട്, എക്സ്പ്ലോറേറ്ററി റീസെർച്ച് ഉണ്ട്. ഇത്രയാണ് ടൈപ്സ് ഓഫ് റീസെർച്ചിൽ പറയാനുള്ളത്. ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. താങ്ക് യു.